إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ സത്യവിശ്വാസികൾക്ക് എല്ലാ കാര്യങ്ങളുടെയും അദബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതല്ല എൻ്റെ വിഷയം, എന്നാലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅദ്ദിബാണ്. എല്ലാത്തിനും ഇസ്ലാമിൽ മര്യാദകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട സത്യവിശ്വാസികൾക്ക് പോരായ്മകൾ സംഭവിക്കുന്ന ഒരു കാര്യം സഫിന്റെ കാര്യത്തിലാണ്. നമ്മൾ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വന്നാൽ തെരഞ്ഞെടുക്കേണ്ട സഫ് ആദ്യത്തെ സഫാണ്, ബാക്കിലല്ല. അവിടെ ചെന്നിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അംറാണ്, കൽപ്പനയാണ്. അസ്സഫൽ അവ്വല ഫൽ അവ്വൽ, ആദ്യത്തെ സഫുകൾ പൂർത്തിയാക്കി ബാക്കോട്ട് പോവുക. ഒന്നാമത്തെ സഫിൽ വിടവുള്ള സ്ഥിതിക്ക് രണ്ടാമത്തേത് ഇരുന്നൂടാ, കുറ്റം കിട്ടുമൊന്നുമില്ല, അല്ലെങ്കിൽ വലിയ മഹാപാപിയായി പോകുന്നില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അദബിന് എതിരാവും, സുന്നത്തിനെതിരാവും. എന്താ സംഭവിക്കുന്നത്? ഫ്രീ ആയിട്ട് അള്ളാഹു തരുന്ന വലിയ കൂലി വെറുതെ നഷ്ടപ്പെട്ടു പോകും. അവിടെ അത് നിസ്കാരത്തിൽ മാത്രമല്ല, നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നിരിക്കുന്നതും ആ സഫിനെ പരിഗണിച്ചു കൊണ്ടായിരിക്കണം. സഹാബാക്കൾ എന്താ ചെയ്തെന്നറിയോ? ഒരു വലിയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരിക. ബനു ഇസ്രായേലിൽ ഒരു പെണ്ണുണ്ടായിരുന്നു, ബഗിയാണ്, വ്യഭിചാരണിയാണ്. അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യം ആ തെറ്റ് ചെയ്തവൾക്കല്ല അറബിയിൽ ബഗി എന്ന് പറയുക, അതിന് സാനിയത്ത് എന്ന് പറയുക. ബഗി എന്ന് പറഞ്ഞാൽ ഇവനെ ദേഷ്യം പിടിപ്പിച്ച ഒരു സ്ത്രീ. അവിടെ ഒരു പട്ടിയെ, നായയെ കണ്ടു. ആ നായ വെള്ളം കുടിക്കാൻ കഴിയാതെ ഊരി ഷൂയിലേക്ക് ഒഴിച്ചു കൊടുത്തു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി.
ആ ബഹിയായ വ്യഭിചാരണ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഫഗഫറ ലഹ, ഓളെ പാപം അള്ളാഹു പുറത്തെടുത്തു. വഅദ്ഖലഹൽ ജന്ന, ഓളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ചെയ്ത ജോലി എന്താ? ഭയങ്കരമായ നന്മല്ല, ഒരു നായക്ക് ഇച്ചിരി വെള്ളം കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച ചെറിയ നന്മയാണെങ്കിലും ഒഴിവാക്കരുത്, നിസ്സാരമായി കാണരുത്. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീക്ക് തരട്ടെ. രണ്ടാമത്തെ കാര്യം, ഇമാമ് മിമ്പറിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ജുമുഅ തുടങ്ങി. പിന്നെ നമുക്ക് നമ്മൾ അനുവദനീയമല്ല. എത്രത്തോളം എന്നറിയോ? ഇദാ സഅദൽ ഖതീബു അലൽ മിമ്പർ, കയറി കഴിഞ്ഞാൽ ഫലാ യതകല്ലമന്ന അഹദുൻ, നിങ്ങൾ ആരും പിന്നെ സംസാരിച്ചു പോവരുത്. ലാ യതകല്ലമന്ന എന്ന നൂനുണ്ടല്ലോ, അത് തഅക്കീദിന്റെ നൂൻ എന്നാ പറയാ അറബി ഗ്രാമർ പ്രകാരം. ശക്തമായ താക്കീതാണ്. ഒരിക്കലും നിങ്ങൾ സംസാരിക്കരുത്. ഫമൻ തകല്ലമ ഫഖദ് ലഗ, ആരെങ്കിലും സംസാരിച്ചാൽ അവൻ അബദ്ധം ചെയ്തിരിക്കുന്നു. വമൻ ലഗ, ആരെങ്കിലും അങ്ങനത്തെ ഒരു അബദ്ധം കാണിച്ചാൽ, തങ്ങൾ ഖുതുബ നടത്തുമ്പോൾ സഹാബാക്കൾ ഖുതുബ കേൾക്കുന്നുണ്ടാവും, പക്ഷെ കൈ കൊണ്ട് ചിലപ്പോ കല്ലങ്ങോട്ട് തട്ടും, കല്ലെടുത്ത് മാറ്റും. മനുഷ്യന്മാര് സാധാരണ ചെയ്യുന്ന പോലെ. ഇപ്പൊ കാർപ്പറ്റിന്റെ നൂല് വലിക്കുക, നൂല് പൊട്ടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെയ്യരുത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ജുമുഅ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറയാൻ കാരണം, സലാം പറയാൻ പാടില്ല. ഇമാം മിമ്പറിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ലാ യതകല്ലമന്ന അഹദുൻ, വരിക എവിടെയാണോ സഫ് പൂർത്തിയായത് അവിടെ ഇരിക്കുക. കാരണം അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക് എതിരാണ്. അതെല്ലാരും കേൾക്കെ പറയാനുള്ള കാരണം എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾക്ക് വരുന്ന അബദ്ധങ്ങള് ആളുകളെല്ലാം ഉള്ള സമയത്ത് സൂചിപ്പിച്ചാൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ തിരുത്തണം. അള്ളാഹു മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നസീബാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വഹീദായതിനു ശേഷം അയാൾക്ക് ആദ്യമായി നിർബന്ധമാക്കുന്ന വിഷയം 5 നേരത്തെ നിസ്കാരമാണ്. തൗഹീദ് റെഡിയാണ്, ക്ലിയർ ആണ്, ശരിയായിട്ടുണ്ട് എന്നതിന്റെ അലാമത്ത് അയാൾ 5 നേരത്തെ നിസ്കാരത്തോട് കാണിക്കുന്ന കണിശതയാണ്. നിസ്കരിക്കലല്ല, നിസ്കാരത്തോട് കാണിക്കുന്ന ക്രൂരത്തിൽ ഒരു കാരണവും അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടിയിട്ട് അയക്കുക. മദീനയുടെ കവാടം വരഹത്തിന്റെ കുതിരയുടെ കടിഞ്ഞാനും പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യമുള്ള നസീഹത്തുകളും നൽകിയിട്ട് നടക്കുകയാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക തഖ്ദമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, നീ യമനിൽ എത്തിക്കഴിഞ്ഞാൽ അഹ്ലി കിതാബിൽപ്പെട്ട ആളുകളെയായിരിക്കും നിനക്ക് കാണേണ്ടി വരിക, അഥവാ തൗഹീദായിരിക്കും നിനക്ക് സംസാരിക്കേണ്ടി. അല്ലാഹു തആല നീ അവരെ തൗഹീദിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ ദഅവത്തിന്റെ ഒന്ന് ആളുകളെ തൗഹീദിലേക്ക് വിളിക്കലാണ്. തൗഹീദിലേക്ക് വന്നവരോട് മാത്രമേ അമലുകളുടെ ദഅവത്തുള്ളൂ, ഇല്ലെങ്കിൽ ഈ ദഅവത്ത് എന്ന് പറയൂല. ഒരു മുവഹിദിനോട് മാത്രമേ അമലുകളെ പറ്റി സംസാരിക്കാവൂ. തൗഹീദ് ഇല്ലാത്തവരോട് എവിടാലും ആൾക്കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇന്നല്ലാഹ ഫറദ അലൈഹിം 5 സ്വലവാത്തിൻ ഫീ യൗമിഹിം വലൈലിഹിം, അവർക്ക് അല്ലാഹു രാവിലെയും രാത്രിയിലുമായി 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്, അത് നിർവഹിച്ചു കൊള്ളാൻ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അല്ലാഹു അതേ വാക്ക് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, മൂസ ഞാനല്ലാത്തൊരു ഇലാഹി നിനക്കില്ല. ഫഅബ്ദുനി, അതൊന്ന് ഉറപ്പിച്ച ജോലി താടി നീട്ടലല്ല. രണ്ടാമത്തെ ജോലി പാന്റ് മുറിക്കലല്ല, രണ്ടാമക്കലല്ല. അതിനെല്ലാം മുമ്പ് 5 നേരത്തെ നിസ്കാരം ക്ലിയർ ആക്കലാണ്. അത് റെഡിയായ പിന്നെ ആരും പറയേണ്ട കാര്യമില്ല. നിസ്കാരം അയാളിൽ കൃത്യമല്ലെങ്കിൽ ആരും വരൂല്ല, പലിശ വൃത്തികേടുകളിൽ അങ്ങനെ പോകും നിസ്കാരമില്ലെങ്കിൽ. എന്നാൽ ഇത് നിസ്കാരം ക്ലിയർ ആയാൽ 5 നേരത്തെ ഫസദത്, അയാൾ നിസ്കാരമിക്കുന്നില്ലെങ്കിൽ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുന്നില്ലെങ്കിൽ ഒക്കെ ഫസാദിലായിരിക്കും. മനസ്സമ്മൾ തുറന്നിട്ട് ഒഴിച്ചില്ല, ഒരിപ്പം പലിശയിൽ തന്നെ ഉണ്ടാവും. ഒരു കച്ചവടം പലിശയിലായിരിക്കും, ഉണ്ടാക്കുന്ന പൈസയും പലിശയിലായിരിക്കും, മക്കളും തിന്നുന്നതും കുടിക്കുന്നതും കൊണ്ട് 5 നേരത്തെ നിസ്കാരം ക്ലിയർ അല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പോലെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത കാണിക്കണം.
നിസ്കാരത്തിന്റെ ടൈം നിങ്ങൾ അറിയണം, എപ്പോഴാ നിസ്കരിക്കേണ്ടതെന്ന് അറിയണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച പോഷ്മ സ്വലാത്തിൽ വുസ്ത, പ്രത്യേകിച്ചും അസ്ർ നിസ്കാരം. എന്തുണ്ടായിരിക്കും? ഉച്ചക്കൊരു ഉറക്കുണ്ട് മനുഷ്യന്മാർക്ക്, പതിവാണ്, സുന്നത്തും കൂടിയാണ് ഉച്ചക്കുള്ള ഉറക്ക്. പക്ഷെ ആ ഉറക്കങ്ങ് നീണ്ടുപോയാൽ അസ്ർ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അള്ളാഹു എടുത്തു പറഞ്ഞു കൂടുതൽ സൂക്ഷ്മത കാണിക്കണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫഇൻ ഖിഫ്തും, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പേടി, വേറെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലാവട്ടെ നിസ്കരിച്ചേ പറ്റുള്ളൂ. ഒഴുകണോ? യുദ്ധത്തെ പറ്റിയാന്ന് പറയുന്നത്. ശത്രുക്കൾ മുമ്പിലുണ്ട്, അന്നേരം നിസ്കാര സമയമായാൽ നിസ്കരിച്ചോളണം. ഒഴിവ് കഴിവൊന്നും അറിയില്ല. എന്നിട്ട് എങ്ങനെ നിസ്കരിക്കണം? ബേക്കിൽ ആൾക്കാർ ആയുധം പിടിച്ച് നിൽക്കണം ശത്രുക്കളുടെ മുന്നിൽ. ഒന്നാമത്തെ ആൾക്കാർ റുക്കൂഇലേക്ക് കൊണ്ട് അവട്ടും അടവും തടയണം നിസ്കരിച്ചുകൊണ്ട്. അത്ര അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഖുർആനിൽ ആരംഭമിന്റെ രോഗയിൽ നിസ്കരിക്കാൻ പ്രയാസമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വല്ലി ഖായിമൻ, ഒന്നെങ്കിൽ നിന്ന് നിസ്കരിക്കുക, ഫാരും കഴിയുന്നില്ലെങ്കിലോ ഫഅലാ ജംബിൻ, കിടന്നിട്ട് നിസ്കരിക്കുക. എന്നാലും ഒഴിവാക്കിക്കൂടാ. തലവേദന വന്നു, കാലില് വിരൽ എവിടെയോ കുത്തി, 2 ദിവസം വീട്ടിൽ കിടന്നു, കാരണം കാലുവേദന എടുക്കുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവാം. എന്നാരത്തിനോട് ലാഘവത്വം കാണിക്കുന്നത് അപകടമാണ്. അത് ഈമാനിന്റെ ബലഹീനതയുടെ അടയാളമാണ്. ഫുഖഹാക്കൾ പറഞ്ഞു കിടന്നിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ല, എന്തായാലും നിസ്കാരം ഒഴിവാക്കിക്കൂടാ. ICUവിൽ കിടക്കുകയാണ്, മൂക്കിൽ കയറുണ്ട്, മൂക്കില് വയറിട്ടിട്ടുണ്ട്, മൂക്കിൽ കൂടി ആ ഭക്ഷണവും വെള്ളവും പോകുന്നുണ്ടെങ്കിൽ നിസ്കരിച്ചേ പറ്റൂ, ഒഴിവാക്കാൻ കഴിയില്ല. അത്ര കടുപ്പല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ ഫിഇലൽ ഖൈറാത്ത്, നന്മകൾ പ്രവർത്തിക്കാൻ, വഇഖാമസ്സലാ, നിസ്കാരം നിലനിർത്തുവാനും. നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞതെല്ലാം നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യൽ എന്നാണ്. ഒരു കാരണവശാലും ഒഴിവാക്കുന്ന നിങ്ങൾക്ക് ഉണ്ടായിക്കൂടാ. ഇല്ലാ ലി ഉജ്രിൻ ശർഇയ്യൻ, ശർഅ് അനുവദിച്ചിരിക്കുന്ന ഇറങ്ങി എന്നുള്ള സമയം ആർക്കും പറയാൻ കഴിയില്ല. അത് അള്ളാന്റെ കൈമേലുള്ളതാണ്. ഇറക്കുന്ന എഴുന്നേക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്ന സംഗതിയല്ല. അള്ളാഹു എഴുന്നേൽപ്പിച്ചാലല്ല, സാധ്യമേ അല്ല. അതുകൊണ്ട് അത് ഉറങ്ങിയതും ഞാനല്ല, ഉറക്കുന്നെണീച്ചതും ഞാനല്ല. എന്ന അറബി പദത്തിന് മനുഷ്യൻ എന്തുകൊണ്ടാണ് ആ പേര് വെച്ചത് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞത് നിസ്യാൻ എന്ന സ്വഭാവം ഓനുള്ളത് കൊണ്ടാണ്. മറവി ചില സമയത്ത് ഉറങ്ങിപ്പോയത് കൊണ്ട് ഒരുത്തന്റെ നിസ്കാരം ഒഴിവായാൽ അവന്റെ നിസ്കാരത്തിന്റെ സമയം എഴുന്നേറ്റ്, ഒരാൾക്ക് മറന്നുപോയാൽ അവന്റെ നിസ്കാരത്തിന്റെ സമയം പിന്നെ അങ്ങോട്ട് മാറ്റിക്കൂടാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സുബ്ഹ് നിസ്കാരത്തിന് എഴുന്നേക്കാണ്ട് ഉറങ്ങിപ്പോയി. ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, നമ്മളെ പോലത്തെ മനുഷ്യനാണ്. ബിലാൽ ഇബ്നു റബാഹ പറഞ്ഞ് ക്ഷീണിച്ച് അവശനായി വന്നിട്ട് കിടക്കുകയാണ്. ബിലാലിനെ വിളിച്ച് തട്ടി വിളിച്ചു, ബിലാൽ, ഞാൻ നിന്നെ ഏൽപ്പിച്ചല്ലേ എന്നെ വിളിക്കാൻ. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങളെ ഉറക്കിയവൻ എന്നെയും ഉറക്കി. റസൂലുള്ളാഹിക്ക് വേറെ മറുപടിയില്ല. തങ്ങൾ എന്താ ചെയ്യുന്നറിയോ? നമുക്കൊരു അബദ്ധമുണ്ട്. നമ്മൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിസ്കാരം പടപട പെട്ടെന്ന് തീർക്കും, കടമ നിർവഹിക്കുന്ന പോലെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു, ആ കിടന്നിടത്ത് നിന്ന് അങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് മാറി വുളൂ ചെയ്ത് ബാങ്ക് വിളിച്ച് ഇഖാമത്ത് കൊടുത്ത് സുന്നത്ത് നിസ്കരിച്ച് ജമാഅത്തായി ഫർദ് നിസ്കരിച്ചു. എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ഓർമ്മ വന്നാൽ തന്നെ നിസ്കരിച്ചോളണം. എങ്ങനെങ്കിലും തീർത്തിട്ട് പോരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം ഒഴിവാക്കാൻ അനുവാദമില്ല. അംബിയ മുർസലിങ്ങളോട് പോലും അള്ളാഹു പറഞ്ഞു ഇഖാമസ്സലാ, നിസ്കാരം കൃത്യമായി നിലനിർത്തിക്കൊള്ളണം. എന്ന് മാത്രമല്ല, ദീനുൽ ഇസ്ലാമിന്റെ തൂണാണ് നിസ്കാരം. തൗഹീദ് അസ്ലാണ്, അതിന്റെ മോണുകളാണ് അസ്വലാ, 5 നേരത്തെ നിസ്കാരം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു റഉസുൽ അംരി അൽ ഇസ്ലാം, തലയുടെ സ്ഥാനങ്ങൾ നിസ്കാരത്തിന്റെ മേലായിരിക്കണം. നോമ്പുണ്ട്, സകാത്തും കൊടുക്കുന്ന ആളാണ്, ഹാജിയുമല്ലാത്ത വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ അറിയാം. എന്നാലും ഉലമാക്കൾ പറഞ്ഞത് പെൺകുട്ടികൾക്ക് പുതിയാപ്പിള്ള അന്വേഷിക്കുമ്പം 2 കാര്യം പ്രത്യേകം നോക്കണം. ഒന്ന്, മുസ്ലിമാണോ നോക്കണം. എങ്ങനെ മുസ്ലിമാണോ നോക്കുക? മുസ്ലിമിന്റെ കുടുംബത്തിലായതുകൊണ്ട് മുസ്ലിം ആവൂല, ബാഹ്യമായ അടയാളമുള്ളത് കൊണ്ട് മുസ്ലിം ആവൂല. നോക്കണം, അയാൾ തൗഹീദ് ഉള്ളവനാണോ, തൗഹീദ് ഉള്ളവനാണെന്ന്
സമ്മതിക്കുന്നില്ലെങ്കിൽ അവസ്ഥാനമില്ലാത്ത വീട്ടിൽ ആരെങ്കിലും ഓനെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കൊള്ളാം, അള്ളാന്റെ അദാബ് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ആ വീട്ടിൽ ഓന്റെ കാരണത്താൽ. അത്ര ഗൗരവമാണ് 5 നേരത്തെ നിസ്കാരം. ദീനിന്റെ തൂണാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ദീനിയായി ജീവിക്കാൻ, തെറ്റുകളിലേക്ക് പോവാൻ സൂക്ഷിക്കാൻ കഴിയുന്നില്ല, കാതിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല, ജീവിത വിശുദ്ധിയെ സൂക്ഷിക്കാൻ പറ്റുന്നില്ല, സമ്പത്ത് സൂക്ഷിക്കാൻ പറ്റുന്നില്ല, കുടുംബം നേരെയില്ല, ദാമ്പത്യ ബന്ധം നേരെയില്ലെങ്കിൽ അതിനർത്ഥം നിസ്കാരം ശരിയല്ല. ബാഹ്യമായ പ്രവൃത്തി മാത്രം. നിസ്കാരത്തിന്റെ റൂഹുണ്ടെങ്കിൽ ജീവിതത്തിന്റെ സകല ആശക്ക് കളവ് പറയുന്നത് വരെ, വെറുതെ രസത്തിന് തങ്ങന്മാരെ ചിരിപ്പിക്കാൻ, ഇല്ലാ കഥകൾ പറയാ, കളവ് പറയാ, അതൊക്കെ സംതിങ് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ നിസ്കാരം ഇവനെ ഈ മോശത്തിൽ നിന്ന് തടയാത്തത്. നാവുവിശ വർത്തമാനങ്ങൾ സംസാരിക്കുന്നവരെ കൊടുക്കും. അയാൾ കുറെ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അതാണ് ഉള്ളതെങ്കിൽ 5 നേരത്തെ നിസ്കാരത്തെ ക്ലിയർ ആക്കി. സുബ്ഹാനഹു വ തആല 5 നേരത്തെ നിസ്കാരത്തെ അടിമകളുടെ പാപങ്ങൾക്കുള്ള കഫാറയായി സുബഹി തൊട്ട് രാത്രി ഉറങ്ങുന്ന സമയം വരെ ഇടവിട്ട് നിസ്കാരങ്ങളുണ്ട്. കാരണം അത് അടിമകൾക്കുള്ള കഫാറയാണ്. ഫജ്ർ നിസ്കരിച്ചു ഒരാൾ, അയാൾക്ക് ളുഹുർ നിസ്കരിക്കാനുള്ള ഫഹറിന്റെ ഒരു വാക്ക് അയാൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു പ്രവൃത്തി അയാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്ക് നന്മയുടെ തൊപ്പെട്ടതാണ്. അയാൾക്കത് ബോധ്യപ്പെട്ടു, ഇസ്തിഗ്ഫാർ ചെയ്തു. ആ പുഴയിൽ 5 വിളിക്കുന്നു പറഞ്ഞു, ലാ യബ്ഖാ മിൻ ദറനിഹി ശൈഉ, ശരീരത്തിൽ ഒരഴുക്കും 5 നേരത്തെ നിസ്കാരത്തിന്റെ ഉപമ യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ. ആ നിസ്കാരം വെച്ച് അള്ളാഹു അവന്റെ പാപങ്ങളെ, തെറ്റുകളെ മായ്ച്ചു കൊടുക്കും. മറ്റൊരു റിവായത്ത് കാണാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു, 5 നേരത്തെ നിസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ജുമുഅ നിസ്കാരം, കഫാറത്തുൽ ലിമാ ബൈനഹു, പറ്റിപ്പോയ പാപങ്ങൾ ഒഴികെ കബായിറുകൾ ഉണ്ടായിക്കൂടാ. വൻ പാപങ്ങൾ പ്രധാനപ്പെട്ട 7 അന്ന് വരുമ്പോൾ നോക്കിയിട്ട് വേണം സമയം അറിയാൻ. പക്ഷെ സഹാബാക്കൾ അത് നോക്കിയിട്ട് വരെ സമയത്തെ പരിഗണിച്ചു. നിസ്കാര സമയമായാൽ ഫയുഹ്സിനു വുദൂഅഹ, നല്ല നിലക്കും വുദൂ ചെയ്തു. നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ അത് പഠിക്കണം. നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ നല്ല നിലക്കുള്ള വുദൂ എന്താണ് നമ്മൾ പഠിക്കണം. നമ്മൾ പണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കഴുകണം, തുപ്പണം, മൂക്കി കയറ്റണം, തല തടവണം. അതല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുദൂ എന്താണ് എന്ന് പള്ളിയിൽ വന്നിട്ട് ചോദിച്ചിട്ട് പഠിക്കണം. അതാണ് മുഅ്മിനിന്റെ ജോലി. ഇത് നമുക്കിതൊന്നും ആവശ്യമില്ലാത്ത പോലെയാണ്. അത് പള്ളിയിൽ കുറച്ച് ടീംസ് ഉണ്ട്, പിന്നെ പള്ളിക്ക് നേർച്ചയാക്കപ്പെട്ട ചില ആൾക്കാരാണ്. അവര് കേട്ടോളും, അവര് പഠിച്ചോളും. നമ്മൾ പഠിക്കാനായിട്ടാ, നേരെ കുറച്ച് വരട്ട്, താടിക്ക് കുറച്ച് വെള്ള രോഗം വരട്ട്, കുറച്ച് മെരിക്കാനായി തോന്നിട്ട്. അഹമ്മദാബാദിൽ നിന്നും പ്ലെയിനിൽ കയറിയ ആൾക്കാർ മെരിക്കാനായി തോന്നിട്ട് കയറിയതാ. അവര് മെരിക്കാൻ വേണ്ടി പ്ലെയിനിൽ കയറിയതാ. ആ 250 ആൾക്കാര് ആ വിമാനം വീണ മെഡിക്കൽ കോളേജിന്റെ അപകടങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. ഇവരാരും മരിക്കാൻ കൊതിച്ചിട്ടും ആഗ്രഹിച്ചും പോയല്ല. മരണം എന്ന് പറഞ്ഞിരിക്കുന്ന ഇന്ന് രാത്രി കിടന്നുറങ്ങിയാൽ നാളെ എഴുന്നേക്കുന്നുള്ള കാര്യത്തിൽ ഒരുറപ്പില്ല. നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആണ് ആ വിഷയത്തിൽ. ഇന്ന് ഉറങ്ങി നാളെ ചെയ്യാനുള്ള പല പരിപാടികളും പ്ലാൻ ചെയ്തിട്ടാ രാത്രി ഉറങ്ങുന്നത്. ആ പ്ലാൻ ചെയ്തത് ഹറാമിന് വേണ്ടിയാണെങ്കിൽ നാളെ രാവിലെ ഇന്ന് ഹറാമുകൾ, കുറ്റങ്ങൾ ചെയ്യണം എന്ന് തർത്തീബാക്കിയിട്ടാ കിടന്നുറങ്ങിയതും ആ ഉറക്കിലുമാണ് പോയതെങ്കിൽ അള്ളാഹു കാക്കട്ടെ. അതേസമയം നന്മകളുടെ നീയത്തിലാണ് കിടന്നുറങ്ങിയതെങ്കിൽ, ആ ഉറക്കിലാണ് അങ്ങോട്ട് പോയതെങ്കിൽ ആ നന്മയിലായിക്കൊണ്ടായിരിക്കും അവിടെ വരിക. ഫകമ്മിൻ സലീമിൻ, കവി പറയാൻ, ഫകമ്മിൻ സലീമിൻ, എത്രയെത്ര ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ് മാതമിൻ ഗൈരി ഇല്ലത്തിൻ, ഒരു കാരണം പോലും പറയാനില്ലാതെ മരിച്ചു പോകുന്നത്. നല്ല തടിമാടന്മാര് രാവിലെ കണ്ടിട്ട് ഗുസ്തിയെല്ലാം കഴിഞ്ഞ് ജിമ്മിലൊക്കെ പോയിട്ട് വന്നതാണ്. ളുഹുർ നിസ്കരിക്കാൻ വരുമ്പോണ്ട് ഓന്റെ മയ്യത്ത് 1ാമത്തെ സഫില്. മാതമിൻ ഗൈരി ഇല്ല. നമ്മൾ എന്താ മരിക്കാനുള്ള കാരണം? ഒരു പ്രയാസമില്ല. വിമാനത്തിൽ കയറി ഇരുന്നവർ എത്ര ആൾക്കാരാ.
മിൻ ഗൈരി ഇനത്തിന്റെ എഞ്ചിന്റെ തകരാറ് വെറും ഒരു സബബ്. അപകട പൈസ കൊടുത്തിട്ട് പോകും. ടിക്കറ്റിന് പൈസ കൊടുത്തിട്ടല്ല കയറിയിരുന്നത്. ടൈറ്റാനിക് ഉണ്ടാക്കിയ എഞ്ചിനീയർമാർ പറഞ്ഞു ഇതൊരിക്കലും മുങ്ങൂല, ഈ കപ്പല് ഒരിക്കലും മുങ്ങൂല. 1500 യാത്രക്കാരുമായി കടലിന്റെ അടിത്തട്ടിയിലേക്ക് ആ കപ്പല് താന്നു പോയത് ഉടമസ്ഥന്റെ ഖദാ ആണ്. ചില ആൾക്കാരെ ഫ്രീ ആയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും, ചില ആൾക്കാർ പൈസയും കൊടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ട് മുകളിലേക്ക് പോകും. എന്നാലും ആർക്കും രക്ഷയില്ല. അതേസമയം വകമ്മിൻ സഖീമിൻ, എത്ര രോഗികളാണ് സുഖമായിട്ട് ജീവിക്കുന്നു. ഇന്ന് മരിക്കും, നാളെ മരിക്കും, ഉച്ചയ്ക്ക് മരിക്കും. ഡോക്ടർമാരൊക്കെ പറയാൻ ആള് മരിക്കുന്നില്ല. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്. ാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. രാവിലെ ഇറങ്ങുന്നില്ല. ഓതാൻ അറിയാവുന്ന ആളാരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പ് കയറി നിൽക്കാം. അയാൾക്ക് ഇമാമാവണം. രാവിലെ എഴുന്നേക്കും, തഹജ്ജുദിന് റസൂലുള്ളാഹിക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളവും മിസ്വാക്ക് ചെയ്യാനുള്ള അറാക്കും ഒക്കെ ഞാനാ കൊണ്ടുപോയി കൊടുക്കുക. വലിയ ഭാഗ്യവാൻ. ഒരു ദിവസം അതേപോലെ എഴുന്നേറ്റു, ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അത് റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഖിദ്മത്ത് ഭയങ്കര സന്തോഷമായി. ഫഖാൽ സൽ, എന്നോട് പറഞ്ഞു എന്താ ആവശ്യമുള്ള ചോദിച്ചോളി. ദുനിയാവിന്റെ കാര്യം ചോദിക്കുന്നു. എന്തെങ്കിലും സഹായോ പൈസയോ എന്തെങ്കിലും വേണമെങ്കിൽ സൽ, നീ ചോദിച്ചോളി. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, ദുനിയാവിലൊന്നും വേണ്ട, സ്വർഗത്തിൽ നിങ്ങളെ കൂടെ ഉണ്ടായാൽ മതി. അതാണ് സഹാബാക്കൾ. ഒന്നും വേണ്ട, നിങ്ങളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ ഉണ്ടാവണം. റസൂലുള്ളാഹി ചോദിച്ചു അവ ഗൈറ ദാലിക്, അതല്ലാത്ത വേറൊന്നും വേണ്ടേ? ദുനിയാവിനെ പറ്റിയാ ചോദിക്കുന്നത്, അതല്ലാത്ത വേറെ എന്തെങ്കിലും? അദ്ദേഹം പറഞ്ഞു ഹുവദാക്, വേറെന്താ വേണ്ട നബിയെ? നിങ്ങളെപ്പോലെ സ്വർഗത്തിലാവണം, അതിന്റെ അപ്പുറത്ത് എനിക്ക് എന്താ വേണ്ട? ഹുവദാക്, എനിക്ക് അതന്നെ മതി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഅഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, എങ്കിൽ നിസ്കാരം വർദ്ധിപ്പിച്ച് നീ എന്നെ സഹായിക്കും. ഞാൻ വിചാരിച്ചതിനെ കൊണ്ടാവൂല, നീ നിസ്കാരം ശ്രദ്ധിക്കണം, നിസ്കാരം വർദ്ധിപ്പിക്കണം, സുജൂദ് വർദ്ധിപ്പിക്കണം. അത് വെച്ചിട്ട് എനിക്ക് എൻ്റെ റബ്ബിനോട് അല്ലാഹുവേ റബ്ബിയാൻ എൻ്റെ കൂടെ ആക്കണേ എന്ന് പറയാം. അതില്ലെങ്കിൽ എനിക്കത് പറയാൻ പറ്റൂല. നിസ്കാരം ശ്രദ്ധിക്കണം. 5 നേരത്തെ നിസ്കാരം ബാങ്ക് വിളി കേട്ടാൽ അവസ്ഥ മാറണം. എന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റി വെച്ച് വരാൻ കഴിയണം. മദീനയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാര്, ചില ആൾക്കാർ ഈത്തപ്പഴമരത്തിന്റെ മുകളിലാണ് ഉണ്ടാവുക, ചില ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ടാവും. മദീനത്ത് കൃഷിക്കാരാണ് അധികവും. ചില ആൾക്കാർ ആയുധം ഉണ്ടാക്കുന്ന കൊല്ലന്റെ പണിയാണ്, ചില ആൾക്കാരൊക്കെ ആശാരിപ്പണിയാണ്. അങ്ങനെ പലതരം ജോലിക്കാരാണ്. എല്ലാവരും ഈ വൈറ്റ് കോളറിന്റെ ആൾക്കാരല്ല സഹാബാക്കള്. അധികവും മിസ്കിന്മാർ, ഫക്കീറന്മാരാണ്. ബിലാലിന്റെ ശബ്ദം കേൾക്കും. റസൂലുള്ളാഹിന്റെ പള്ളിന്റെ മുകളിൽ ബാങ്ക് കൊടുക്കൽ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട്. ഹയ്യ അലൽ ഫലാഹ്, ഊർന്നിറങ്ങും ഈത്തപ്പഴ മരത്തിന്റെ മുകളിൽ നിന്ന്. കൃഷിക്കാരൻ കൈക്കോട്ടങ്ങോട്ട് മാറ്റി വെക്കും. ബാക്കി തുണിക്കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, മുറിച്ചു കൊടുക്കുന്നുണ്ടാവും, അവിടെ വെക്കും. വാങ്ങാൻ വന്നോനും വെക്കും, വിൽക്കുന്നോനും വെക്കും. കൈ തട്ടി പൊടി തട്ടി പള്ളിയിലേക്ക് പോയി. അസ്സലാഹ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗൗരവത്തിലാണ് നിസ്കാരം. അതുകൊണ്ട് മുവഹിദുകളെ, തൗഹീദിന്റെ വക്താക്കളെ, ഈ പറയുന്ന എന്നോടടക്കം 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യം കണിശത കാണിച്ചോളി. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുദ്ദസ്സിറിൽ 42-43 ആയത്തുകൾ, ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഗൗരവം കിട്ടിയെന്ന് വരൂല. തഫ്സീർ വായിച്ചു നോക്കണം. നിങ്ങളുടെ മൊബൈലുണ്ടാവും ഖുർആനും ഖുർആന്റെ പരിഭാഷ ഇംഗ്ലീഷിലോ കന്നഡയിലോ, നിങ്ങൾ ഏത് ഭാഷയിലോ ആ ഭാഷയിൽ. നരകത്തിന്റെ ആൾക്കാർ, സ്വർഗത്തിന്റെ ആൾക്കാർ അവിടെ സ്വർഗത്തിൽ വെച്ച്
നരകവാസികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മാ സലകകും ഫീ സഖർ. നല്ലവരായിരുന്നല്ലോ നിങ്ങളൊക്കെ സ്വർഗത്തിലുണ്ടാവും തന്നെ നമ്മൾ വിചാരിച്ചത്. മാ സലകകും ഫീ സഖർ, നിങ്ങൾ എങ്ങനെയാ ഈ സഖർ എന്ന് പറയുന്ന നരകത്തിലെത്തിയത്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. മുവഹ്ഹിദുകളായിരിക്കണം അവര്. ലം നകു മിനൽ മുസല്ലീൻ, നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, നിസ്കാരത്തിൽ ഗൗരവമില്ലായിരുന്നു. ബാങ്ക് കേൾക്കും, ഞാൻ ഉറങ്ങും. യാത്രയിലാണ്, നിസ്കാര ടൈമാവും, യാത്രയല്ലേ പിന്നെ ആക്കാം. കല്യാണം വന്നു, തിരക്കിനിടയിൽ എങ്ങനെയാ ഇപ്പം നിസ്കരിക്കുക? ടൂറ് പോയി, എങ്ങനെ ഇപ്പം നിസ്കരിക്കുക? ലം നകു മിനൽ മുസല്ലീൻ, നിസ്കാരമില്ലേ അവന്റെ സ്ഥാനം സഖറാണ്, നരകമാണ്. മാത്രമല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിതാരികി സ്വലാഹ്. നിസ്കാരം ഒഴിവാക്കുന്നവൻ ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ല. നിസ്കാരം ഒഴിവാക്കുന്നവൻ ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ല. അദ്ദേഹം അത് പറയാൻ കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക സ്വലാത മുതഅമ്മിദൻ, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ആരെങ്കിലും ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ ഫഖദ് കഫർ, കാഫിറാണ്. കാഫിർ എന്ന് പറഞ്ഞാൽ മുഖ്രിജുൻ മിനൽ മില്ല, ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്തുപോയ കാഫിറാണ്. കുഫർ രണ്ട് തരത്തിലുണ്ട്. ഷിർക്ക് രണ്ട് തരത്തിൽ പറഞ്ഞു നമ്മൾ, ഷിർക്കുൻ അസ്ഗറും ഷിർക്കുൻ അക്ബറും. അതേപോലെ കുഫറുൻ അസ്ഗർ, കുഫറുൻ അക്ബർ. കുഫറുൻ അക്ബർ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്ന കുഫറാണ്. കുഫർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് രണ്ട് മനുഷ്യന്മാർ നിസ്കരിക്കുന്നില്ല, രണ്ടാൾക്കാരെ പള്ളി കാണുന്നില്ല. പള്ളി കാണാത്തപ്പോ ഖലീഫ അന്വേഷിച്ചു, എവിടെയാ രണ്ടാൾക്കാർ? അപ്പൊ അവര് പറഞ്ഞു, നമ്മളെ മേലെ ലെവലിലെത്തിയ ആൾക്കാരാണ്. ഏത് തരീഖത്തിൽ, ശരീഅത്തിൽ കയറി തരീഖത്തിലെത്തി ഹഖീഖത്തിലെത്തിയ ആൾക്കാരാണ് സൂഫികൾ. ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. നിസ്കാരം നമുക്ക് ആവശ്യമില്ല, നമ്മൾ അവിടെ എത്തി, അള്ളാഹിന്റെ സ്ഥലത്തെത്തി. ഉമർ ഫാറൂഖ് രണ്ടാളെയും വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അള്ളാഹിന്റെ അടുത്ത് എത്തിയാൽ അങ്ങനെ ചെയ്തോ. ഇവിടെ ഇപ്പം ഭരിക്കുന്ന ഉമറാണ്. അടുത്ത വക്തിന് പള്ളി കണ്ടിട്ടില്ലെങ്കിൽ രണ്ടിനെയും കൊന്നുകളയും. രണ്ടാളും അടുത്ത വക്തിന് പള്ളിയിലെത്തി. കാരണം നിസ്കാരം ഒഴിവാക്കൽ റിദ്ദത്താണ്. അതുകൊണ്ട് ഉമർ ഫാറൂഖ് പറഞ്ഞത്, ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിതാരികി സ്വലാഹ്. ചില സലഫുകൾ പറഞ്ഞെന്താ അറിയോ? ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ സ്വത്ത് കാക്കാൻ വേണ്ടി വളർത്തുന്ന പട്ടികളുണ്ടല്ലോ, ആ പട്ടിക്ക് ഭക്ഷണം കൊടുക്കും. നിസ്കാരം ഒഴിവാക്കുന്നതുകൊണ്ട് ഞാൻ ഭക്ഷണം വരെ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ, നിസ്കാരം കളയുന്നവൻ പട്ടിനേക്കാളും നിഞ്ഞനാണ്. കാരണം എന്താ അറിയോ? അവനവൻ്റെ റബ്ബിനോടുള്ള ഹക്ക് പൂർത്തിയാക്കാത്തവനാണ്. 24 മണിക്കൂറിൽ അള്ളാഹു ആകെ ആവശ്യപ്പെടുന്നത് 10 മിനിറ്റ് ഒരു വക്തിന് വെച്ച് നോക്കിയാൽ 1 മണിക്കൂറാണ്, 50 മിനിറ്റ്. ആ സമയം പോലും അള്ളാഹ്ക്ക് കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ പിന്നോട് എന്തിനാ ജീവിക്കുന്നത് ദുനിയാവിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ബൈന റജുലി വബൈന ശിർകി വൽ കുഫ്രി തർക്കുസ് സലാഹ്. ഈമാന്റെയും കുഫറിന്റെയും ശിർക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒഴിവാക്കലാണ്. മുഅ്മിനാണ്, മുവഹിദാണ്, ഓ നിസ്കാരക്കാരനുമായിരിക്കും. മുശ്രിക്കാണ്, കാഫിറാണ്, ഓ നിസ്കാരക്കാരനായിരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിസ്കാരം ഒഴിവാക്കൽ പോയിട്ട് അതിൻ്റെ സമയത്തെ തൊട്ട് പിന്തിപ്പിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാവരുത്. കാരണം അള്ളാഹു പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉസ് സ്വലാഹ്. ഒരു വിഭാഗം ആൾക്കാർ വരും. സഹാബാക്കളെ പറ്റിയല്ല ഈ പറഞ്ഞ്, അവർ ബാങ്ക് കേട്ട പള്ളിയിലെത്തുന്ന ആൾക്കാരാണ്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം ചില ആൾക്കാർ വരും, നമ്മളെ പറ്റിയ. അദാഉസ് സ്വലാഹ്, അവർ നിസ്കാരത്തെ പാഴാക്കി കളയും. തഫ്സീറിന്റെ ഉലമാക്കൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, തിരിക്കലിനെ പറ്റിയല്ല പറഞ്ഞത്, മറിച്ച് നിസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ടവർ പിന്തിപ്പിക്കും. അല്ലാഹുസ് സലാം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിപ്പിക്കും. നിസ്കാരത്തിന് ടൈം ഉണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന് അങ്ങോട്ട് മാറ്റും. കാരണം കൊണ്ടും ആവാം, ഇല്ലാണ്ടും ആവാം. ശർഈയ കാരണം ഉണ്ടെങ്കിൽ വേറെ കാര്യം. പക്ഷെ യാത്രയിൽ വരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇളവ് തന്നു. നിങ്ങൾക്ക് സമയം കിട്ടൂല, അതുകൊണ്ട് എന്താക്കിക്കോ, ജമ്മും കസൂറും ആക്കിക്കോ. അത്രത്തോളം രോഗങ്ങളിൽ നിന്ന് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തളർന്നു പോകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാം കാത്തു രക്ഷിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.